ഇത് 4 പേരുണ്ട്. ആകർഷണം. നമുക്ക് ഈശ്വരനോട് ഒരാകർഷണം ഉണ്ടാകണം. പിന്നെയോ ആവർത്തനം. ആ ആകർഷണം എന്ത് ചെയ്യണം? ആവർത്തിക്കപ്പെടണം. ഈ ആവർത്തനം എന്താവണം? അതിനെ നമ്മൾ അടിമയാക്കി മാറ്റണം. പിന്നെന്താവണം? അത് സ്വഭാവമാകണം. ഇപ്പം ആരോട് ആകർഷണം? കാണുന്നതിനോടൊക്കെയാണ് ആകർഷണം. സുരേഷ് എൻ്റെ അടുത്ത് നല്ല മൊബൈലുണ്ട്, ഒന്നൊരു ഫോട്ടോ എടുത്തിട്ട് വൈകുന്നേരം നിനക്ക് നാളെ ഒന്ന് അയച്ചു തരണേന്നാണ്. ഈ ഫോട്ടോ കണ്ടാന്ന് അടുത്ത ദിവസം ചോദിക്കുമെന്ന് അറിയാം, നല്ല ക്ലാരിറ്റിയുള്ള ഫോണല്ല, ഇത് ഇടുന്ന വാങ്ങിച്ചെന്ന്. എന്താ പറയുക, അത് ഞാൻ പുതിയൊരു ഇപ്പം തുടങ്ങിയൊരു സ്ഥാപനമുണ്ട് വാര്യരെ, ചെറിയ പൈസയുള്ളൂ, അവിടെ പോയി വാങ്ങിക്കുമെന്ന് പറയും. അത്രയൊന്നും ഇല്ല, 2 ലക്ഷം റുപ്യുള്ളൂ. മതിയാ, അത് വിഷമിക്കൊന്നും വേണ്ട, EMI അടച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ് അടുത്തേക്ക് പോയി പുതിയൊരു ഷോപ്പിൽ പോയിട്ട് ഈ ഫോണിങ് വാങ്ങി. എന്താ കാരണം? അതിനോടൊരു ആകർഷണമാണ്. ഈ ആകർഷണമായാൽ എന്താ വിഷയം? ആവർത്തനമാണ്. പിന്നെ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റാൽ അച്ഛനാടെയുണ്ടോ അമ്മയാടെയുണ്ടോ ഒന്നും നോക്കൂല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിനു മുമ്പിലേക്കൊരു ആവർത്തനമാണ്. ആകർഷണം എന്തായി? ആവർത്തനമായാൽ അതിനെ നമ്മൾ എന്തായി? അതിൻ്റെ അടിമയായി നമ്മൾ മാറും. അടിമയായാലോ അത് നമ്മുടെ സ്വഭാവമായി മാറും. ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കരാഗ്രെ വസതേ ലക്ഷ്മിയുമില്ല, സമുദ്രവസനേ ദേവിയൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് ആരൊക്കെ മെസ്സേജ് അയച്ചു, എന്തൊക്കെ അതിന് ഉത്തരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു ക്ലിയർ ചാറ്റ് അടിച്ചിട്ടേ എടുത്തേക്കുള്ളൂ വീട്ടിലേക്ക് വർത്തമാനമൊക്കെ പറയാൻ പോകുള്ളൂ. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മഹാഭാരതത്തിൻ്റെ പ്രത്യേകതയിലേക്കാണ് പോകുന്നത്. മഹാഭാരതത്തിൽ സൗഹൃദത്തിൻ്റെ പ്രാധാന്യത്തിലൂടെ ദ്രോണാചാര്യരുടെ കഥയിലൂടെ ഗുരുത്വത്തിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളിലേക്ക് സൗഹൃദം കുറവാണ്. എന്താ സൗഹൃദം എന്ന് പറഞ്ഞാൽ അർത്ഥം? സ്വന്തം ഹൃത്ത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്? സുഹൃത്ത് എന്ന്. അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കും നിങ്ങൾക്കുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന ചെയ്യണം. എന്താ കാരണം? നമ്മുടെ പ്രയാസം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ലെങ്കിൽ അതാരല്ല, അത് നമ്മുടെ സുഹൃത്തല്ല, ഒരു സംശയമില്ല. തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ തിരുത്തി തരുന്നില്ലെങ്കിൽ അത് ആരല്ല? സുഹൃത്തല്ല. ഇപ്പോഴെങ്ങനെയാ സുഹൃത്തിനെ തീരുമാനിക്കുന്നത്? വൈകുന്നേരം ചർക്കൽ ചറയൻ്റെ ചുറ്റും നല്ല ലൈറ്റ് ഉണ്ട്, ആടെ ബൈക്കെല്ലാം എടുത്ത് വന്നിട്ടിരുന്ന് കുറച്ച് സമയം ഇരുന്ന് നമ്മളെ കൂടെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണ്? സുഹൃത്താണ്. അല്ലാത്ത ആൾ എന്തല്ല? സുഹൃത്തൊന്നുമല്ല. ഓൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലില്ല എന്നാണ്. ശ്രദ്ധിക്കേണ്ടത് സുഹൃത്താകണം. ഇവിടെ പാഞ്ചാല മഹാരാജാവും ദ്രോണാചാര്യരും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളായി കഴിഞ്ഞവരാണ്. പക്ഷെ എപ്പോഴും ഈ പാഞ്ചാല മഹാരാജാവ് ദ്രോണാചാര്യരെ എപ്പോഴും പരിഹസിച്ചുകൊണ്ട് സംസാരിക്കും. ഒരു തരത്തിൽ പോലും 2 പേരും കൂട്ടായി പിന്നീട് പോകാതെ കണ്ടായി. അതെന്താണെന്നറിയില്ല എല്ലാവർക്കും. അതിപരിചയാത് അവജ്ഞാനാണ്. ദിവസവും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ആടെ താമസിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചാൽ വല്ല പ്രത്യേകതയുണ്ടാ? ഇല്ല. എപ്പോഴെങ്കിലും ഒന്ന് പോകുമ്പോഴാണ് എന്ത് തോന്നുന്നത്? നിർമ്മാല്യം തൊഴണം, ഭാഗച്ചാർത്ത് തൊഴണം, ആകാവുന്നതൊക്കെ തൊഴുത് ശിവേലിയും തൊഴുത് തിരിച്ചു വരണം എന്നാ. അവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് വല്ല പ്രത്യേകതയുണ്ടോ? ഇല്ല. അതിപരിചയാത് അവജ്ഞ. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തും അതിയായി ചേരുമ്പോൾ നമുക്കതിനോട് വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദ്രോണാചാര്യരും പാഞ്ചാല മഹാരാജാവും ഒന്നിച്ച് പഠിച്ചു വളർന്നപ്പോഴൊക്കെ ദ്രോണാചാര്യരെ പരമാവധി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ദ്രോണാചാര്യര് ആ വേദനയിൽ നിന്നാണ് ഉയർന്നു വന്നത്. ആയുധവും ശസ്ത്രാഭ്യാസവും ഒക്കെ പഠിച്ചതിന് ശേഷം പാണ്ഡവരെയും കൗരവരെയും എല്ലാ വിദ്യയും പകർന്നു കൊടുത്ത് പഠിപ്പിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാ വിദ്യയും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ എനിക്ക് ഗുരുദക്ഷിണ തരണമെന്ന്. അപ്പോൾ ചോദിച്ചു, എന്താ ഗുരുദക്ഷിണ തരേണ്ടതെന്ന്? നിയമമാണ് പോലും. ഗുരു പറയുന്നത് എന്തോ അത് സാധിച്ചു കൊടുക്കണം. അതാണത്രേ പഴയ കാലഘട്ടത്തിലെ ഗുരുദക്ഷിണ. ഇന്ന് വീട്ടിൽ ജ്യോതിഷമൊക്കെ നോക്കാൻ വന്നാൽ ചോദിക്കും, ഭാര്യരെ പൈസ എടുത്തിട്ടില്ല, ഗൂഗിൾ പേ നമ്പർ ഒന്ന് തരുമോ എന്ന്. ഞാൻ പറയും, അങ്ങനെ ഞാൻ വാങ്ങാൻ തുടങ്ങിയില്ല, നിങ്ങളൊരു നാണയം വെച്ചിട്ട് പോയിക്കോ എന്ന് പറയും. എന്താ കാരണം? ദക്ഷിണയാണ്, അന്ത്യം കുറിക്കലാണ്.
അവസാനത്തേതാണ്, അവസാനം കുറിക്കലാണ്. ക്ഷേത്രത്തിൽ പോയാൽ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കണ്ട എന്നാണ് ഇപ്പം പറയുന്നത്. ഭണ്ഡാരത്തിൽ പൈസ ഇടരുത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ. രിക്തപാണിർന്ന പശ്യേത രാജാനാം ദൈവതം ഗുരും വിപ്രം നിമിത്തജ്ഞം വിശേഷേണ ഫലേന ഫലമാതിശ്യേത്. ഇന്നാളടുത്തേക്ക് പോകുമ്പം വെറും കയ്യോടെ പോകരുത്. രിക്തപാണിർന്ന പശ്യേത രാജാനാം, രാജാക്കന്മാരടുത്തേക്ക് പോകുമ്പം രാജാവിന് കാഴ്ചദ്രവ്യം സമർപ്പിക്കണം. രിക്തപാണിർന്ന പശ്യേത രാജാനാം ദൈവതം, ഈശ്വരന്റെ സമക്ഷത്തിലേക്ക് പോകുമ്പം വെറും കയ്യോടെ പോകരുത്. എന്തെങ്കിലും ഒരു കാണിക്ക സമർപ്പിച്ചേ ദേവനെ തൊഴാൻ പാടുള്ളൂ. ദേവൻ ദേവി എന്നാ വിളിക്കുന്നത്. എന്താ ദേവൻ, എന്താ ദേവി എന്ന് പറഞ്ഞാൽ അർത്ഥം ദേവോ ദ്യോതനാഥ്, സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ദേവൻ ദേവി എന്ന് വിളിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ആരിലാണ് ഈശ്വരനുള്ളത്? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ഷഡേതേ യത്ര വർത്തന്തെ തത്ര ദേവാഹ പ്രസീദതി. ഈ 6 കാര്യം ഈ ഇരിക്കുന്ന ആരിലുണ്ടോ അവരിൽ ഈശ്വരൻ പൂർണ്ണനാണ്. ഈശ്വരൻ പൂർണ്ണമായും അവരിലുണ്ട്. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് തളിപ്പുറം അമ്പലത്തിൽ പോകണോ, നാളെ രാജരാജേഷ് കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിൽ പോകണോ, മറ്റന്നാൾ മാമാനത്ത് പോകണോ, മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ പോകണോ, എവിടെ പോയാൽ ആ ഈശ്വര ഈ 6 കാര്യവും ഒന്ന് യോജിച്ച് കിട്ടുക എന്നുള്ളൊരു തത്രപ്പാടിലാണ് ജീവിതം മുൻപോട്ടേക്ക് പോകുന്നത്. അവിടെയാണ് പാഞ്ചാല മഹാരാജാവിൻ്റെ കഥയിൽ ഗുരുദക്ഷിണ ദ്രോണാചാര്യര് ശിഷ്യന്മാരോട് പറയാണ് ഗുരുദക്ഷിണ വേണം. ദക്ഷിണ എന്ന് പറയുന്നത് അന്ത്യകുറിക്കലാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോയാൽ പൂജാരിക്ക് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങണം. ഗുരുനാഥന്മാരെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും രിക്തപാണർന്ന പശ്യേത, ചെറിയ കുട്ടികളെ കാണാൻ പോകുമ്പോഴോ രാജാവിനെ കാണാൻ പോകുമ്പോഴോ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തോ ചെറിയ കുട്ടികളെ കാണാൻ പോകുമ്പോഴോ വെറും കയ്യോടെ പോകരുത്. അവർക്ക് എന്ത് കൊടുക്കണം? ഒരു മധുരമെങ്കിലും കൊടുത്ത് കുട്ടികളെ കാണാൻ പോകണം. ഇപ്പം എങ്ങനെയാ? ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചു എന്ന് അറിഞ്ഞാൽ കുട്ടീനെ കാണാൻ പോകുമ്പോൾ തന്നെ ഒരു കിറ്റ് വാങ്ങിയിട്ടാ പോലും. ഈ കിറ്റ് ആ കുട്ടി ഉപയോഗിക്കും. ആദ്യം പണ്ടുള്ളവർ പറഞ്ഞു കൊടുക്കും കുറച്ച് കൽക്കണ്ടം വാങ്ങിയിട്ട് പോയിക്കോളൂ എന്ന്. കാരണം എന്താ പോലും മധുരം കൊടുത്ത ആളെ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അമ്മമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് പറയും, ദാ വീട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, ചെറിയ കുട്ടിയുണ്ടേ, എന്തെങ്കിലും ഒരു മധുരവും വാങ്ങിയിട്ട് വേണേ പോകാമെന്ന്. ഇപ്പം പോകുമ്പോൾ അമ്മമ്മയോടൊന്നും പറയുന്നില്ല. പോയി വന്നാലാന്ന് അമ്മയോ അമ്മമ്മയോ അറിയാം അവിടെ പോയിട്ട് ഇങ്ങ് വന്നു എന്ന് അല്ലേ. ഇവിടെ ദക്ഷിണ എന്നാ പറയുന്നത്, അന്ത്യം കുറിക്കലാണ്. അങ്ങനെ ദ്രോണാചാര്യർ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് ദക്ഷിണ തരേണ്ട സമയമായി. ദക്ഷിണ എന്താ വേണ്ടത് എന്ന് ഗുരു ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, പാഞ്ചാല മഹാരാജാവിനെ യുദ്ധം ചെയ്ത് കീഴടക്കിയിട്ട് എൻ്റെ മുൻപിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡവരും കൗരവരും ഒക്കെ പാഞ്ചാല മഹാരാജാവിൻ്റെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയിട്ട് പോയി. ഇങ്ങനെ വരുന്ന കാര്യമൊക്കെ പാഞ്ചാല മഹാരാജാവിനും ബോധ്യമുണ്ട്. യുദ്ധമൊക്കെ ആരംഭിച്ചു. അതിലും കൗരവരും പാണ്ഡവരും ഒന്നിച്ചു പോകുമ്പോൾ പാണ്ഡവർ കുറച്ച് പുറകിലാണ് നിന്നേന്നാ പറഞ്ഞത്. കൗരവർ ആദ്യം പോട്ടെ, യുദ്ധമൊക്കെ ചെയ്യട്ടെ എന്നാ. അങ്ങനെ യുദ്ധമൊക്കെ ചെയ്തു. പരാജയപ്പെട്ട സ്ഥിതിയിൽ പാണ്ഡവര് യുദ്ധം ആരംഭിച്ചു. പാഞ്ചാല മഹാരാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദ്രോണാചാര്യരുടെ മുൻപിലെത്തിച്ചു. ദ്രോണാചാര്യരുടെ മുൻപിലെത്തിച്ചു പറഞ്ഞു, ഇതാ ഗുരുദക്ഷിണ. ആ ഗുരുദക്ഷിണ കൊടുത്തപ്പോൾ വേണ്ട എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും പാണ്ഡവർക്ക് കിട്ടി. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഗുരുവിൻ്റെ അനുഗ്രഹം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേത്. ഗുരുവിൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഏത് വിദ്യക്കും, ജീവിതത്തിൽ ഏത് വിദ്യ പഠിച്ചാലും ആ പഠിച്ച വിദ്യയിൽ ഗുരുവിൻ്റെ കടാക്ഷമുണ്ടാകണം. ഗുരു കടാക്ഷമില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ സാധിക്കില്ല. പിന്നീട് ദ്രോണാചാര്യര് പാഞ്ചാല മഹാരാജാവിനോട് പറഞ്ഞു, എന്നെ പലതവണ പരിഹസിച്ചിട്ടുണ്ട്. ആ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണിത്. നിന്റെ രാജ്യം മുഴുവൻ എനിക്കാണ്. പകരം ഇനി നിനക്ക് വേണമെങ്കിൽ പകുതി രാജ്യം അങ്ങോട്ടേക്ക് എടുക്കാം, പകുതി എനിക്കാണെന്ന്.
അതൊക്കെ പറഞ്ഞു തീരുമാനമായി. എന്തേ ഇവിടെ പറയാൻ കാരണം? കഥകളൊന്നും കഥയായി എടുക്കരുത്, കഥയിലെ തത്വം ജീവിതത്തിലേക്ക് പകർത്തണം. മഹാദേവൻ പരമേശ്വരൻ കണ്ടത്തിൽ അണിഞ്ഞത് നാഗമാകുന്ന മഹാസർപ്പത്തെ ധരിച്ചു എന്ന് പറഞ്ഞാൽ മഹാദേവൻ സർപ്പത്തെ ധരിച്ചു എന്ന് മാത്രം എടുക്കരുത്. നീലകണ്ഠൻ എന്ന് ശിവനെ വിളിക്കുന്നതിൻ്റെ കാരണം കാളകൂടമെന്ന് പറയുന്ന വിഷം പാനം ചെയ്തത് കൊണ്ട് ശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നു എന്ന് നമ്മളൊക്കെ അങ്ങ് പറയും. അതിനപ്പുറത്തൊരു തത്വമുണ്ട്. ശിവനാകണം ജീവിതത്തിൽ ഞാനും നിങ്ങളൊന്ന്. എന്താ പ്രത്യേകത? ശിവനെ പോലെ ആകണം. പല കാര്യങ്ങളും കണ്ടത്തിലങ്ങ് ഒതുക്കി വെച്ചേക്കണം. കാണുന്നത് കേൾക്കുന്നത് എല്ലാവരോടും എല്ലായ്പ്പോഴും പോയി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പരാജയം സംഭവിക്കും. ശിവനെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ അർത്ഥം നീലകണ്ഠൻ എന്ന് പറയുമ്പം ദേവാസുരത്തിലെ മോഹൻലാലിൻ്റെ പടം ഓർത്തിട്ട് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ പോരാ, കണ്ടത്തിൽ ഒതുക്കി വെക്കണം. പലതും നമുക്ക് ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തതുണ്ടാകും. ഈ ഇഷ്ടപ്പെടാത്തതൊന്നും മറ്റുള്ളവരോട് പറയാൻ പോകരുത്. ചിലതൊക്കെ കണ്ടാൽ അവഗണിക്കാൻ പഠിക്കണം. ഒരു കുടുംബത്തിലേക്ക് നോക്കൂ. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിൽ പല കാര്യങ്ങളുണ്ടാവും. നമുക്കിഷ്ടമല്ലാത്തതും ഉണ്ടാകും, നമുക്കിഷ്ടമുള്ളതും ഉണ്ടാവും. ഇഷ്ടമല്ലാത്തത് കണ്ടാൽ ഞാൻ അങ്ങ് തുറന്നു പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം. അതങ്ങ് ഒതുക്കി വെക്കാൻ പഠിക്കണം. അതാ ശിവന്റെ നീലകണ്ഠൻ എന്ന് പറയുന്നതിൻ്റെ തത്വം നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ ഗുരുത്വ ബുദ്ധിയോടുകൂടി നീങ്ങാൻ ജീവിതത്തിൽ ഇന്നലെ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് ആഹാരം, ആചാരം, അനുഷ്ഠാനം. ജീവിതത്തിൽ ആഹാര, ആചാര, അനുഷ്ഠാനത്തോടുകൂടി പോകണം. ജീവിതത്തിൽ ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ജീവിതത്തിൽ എഴുന്നേൽക്കുന്നൊരു ചിട്ട എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ചിട്ടയുണ്ടെങ്കിലേ മഹാനാകാൻ സാധിക്കൂ. ഇരിക്കുന്നവരിൽ ആരെങ്കിലും മഹാനാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വേണ്ടു, ചിട്ടയോടെ ജീവിച്ചാൽ എന്താകാം? മഹാനാകാം. മണ്ഡലമാസം തുടങ്ങിയ 41 ദിവസം രാവിലെ എഴുന്നേൽക്കും, അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചാൽ 42ാമത്തെ ദിവസവും ഇത് ആവർത്തിക്കണം എന്നാണ് പറയുന്നത്. മഹാനാകണമെങ്കിൽ ചിട്ടയോടെ ജീവിച്ചവരെ ഇന്നുവരെയും മഹാനായിട്ടുള്ളൂ, ശ്രേഷ്ഠനായിട്ടുള്ളൂ. അപ്പൊ ശ്രേഷ്ഠനാകാൻ ആഗ്രഹമുള്ളവർ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കണം. ഇത് നമ്മൾ പുരാണങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കണം, അല്ലേ? എന്താ പറയാറ്? സ്വർഗവും നരകവും എന്നാ പറയാ. എന്താ സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ അർത്ഥം? അത് ഞാൻ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലാറുണ്ട്, ഭാഗവതം വായിക്കാറുണ്ട്. ഞാൻ ഉറപ്പിച്ചു സ്വർഗത്തിലാണ്. പിന്നെയോ ഓൻ അമ്പലത്തിലൊന്നും പോലില്ല, ഓന് വിശ്വാസമൊന്നുമില്ല, ഓൻ ഉറപ്പിച്ചു എവിടെയാണ്? നരകത്തിലേക്കാണ് പോകുന്നത്. അത് തീരുമാനിക്കുക. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് സ്വർഗം, എന്താണ് നരകം? സ്വർഗം എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപികൾ ശ്രദ്ധിക്കണേ, സ്വയം ഗമിക്കലാണ് സ്വർഗം. സ്വയം ഗമിക്കണം. എങ്ങനെ? ജീവിതത്തിൽ ചിട്ടയോടുകൂടി മുൻപോട്ടേക്ക് പോകണം. എന്താ നരകം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അക്ഷരങ്ങൾ മുഴുവൻ മന്ത്രങ്ങളാണ്. നരകം എന്ന് പറഞ്ഞാൽ അർത്ഥം ന അകം നരകം. ആരാണോ അകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാത്തത് അവരിയ്ക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നരകം. ഏതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങണം? ജീവിതത്തിൽ ആരോടും വൈരാഗ്യമുണ്ടാകരുത്. വൈരാഗ്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഒരാളോടും ജീവിതത്തിൽ എന്തുണ്ടാകരുത്? വൈരാഗ്യ ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കരുത്. ഈ വൈരാഗ്യത്തിൽ ഇരിക്കുമ്പം സംഘർഷം വരുന്നത് ആർക്കാ? അവനവന് തന്നെയാണ്. അപ്പൊ അവനവന്റെ നാശത്തിന് കാരണം ആരാണെന്ന് ചോദിച്ചാൽ അവനവൻ തന്നെയാണ്. അവനവന്റെ നാശത്തിന് കാരണം, എൻ്റെ നാശത്തിന് കാരണം മറ്റൊരാളാണെന്ന് ഒരിക്കലും പറയരുത്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈഹി ആത്മനോ ബന്ധു ആത്മൈരിപുരാത്മന. ആരാ ശത്രു? അവനവൻ തന്നെയാണ് അവനവന്റെ ശത്രുവിനെയും അവനവന്റെ മിത്രത്തെയും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശത്രു ഇന്ന ആളാണെന്ന് ഞാൻ തീരുമാനിച്ചാലേ ശത്രുവാകൂ. ഒരിക്കലും മറ്റൊരാൾക്ക് എന്നെ ശത്രുവാക്കാൻ കഴിയില്ല. എന്ത് ചെയ്തേക്കണം?
അവഗണിക്കാൻ പഠിക്കണം. ബന്ധുക്കളോട് ബന്ധവും ഈശ്വരനോട് മറന്നുപോയല്ലേ? ഉറക്കെ പറയണം, നല്ല കേൾക്കുള്ളൂ. ബന്ധുക്കളോട് ബന്ധവും ഈശ്വരനോട് ബന്ധനവും ഉണ്ടാകണം. ബന്ധുക്കളൊന്നും എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, അല്ലേ? നമ്മൾ ഇന്നലെ ചൊല്ലിയിട്ടുള്ളത്. ബന്ധുക്കൾ എല്ലാ സന്ദർഭത്തിലും നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമുക്ക് ആരെ ഉണ്ടാവൂ എന്ന് ചിന്ത വേണം. നമുക്ക് നമ്മളെ ഉണ്ടാവൂ. ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമെന്നും ചിന്തിക്ക ജന്മമധുന കഴിയുന്ന ലോകം. ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല വൃത്തേ. ഹൃദയത്തിനോട് ഇങ്ങനെ പഠിപ്പിക്കണം. ഈ കാണുന്ന മായകളിലൊന്നും പോകരുതേ. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ആകണേ. അതാണ് ഇന്നലെ പറഞ്ഞത്. ധാരാളം ധനം സമ്പാദിച്ച് വീടും വാഹനവും എല്ലാം സമ്പാദിക്കലല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കലാണ് ജീവിതം. അതാണ് ഇന്നലെ പറഞ്ഞത്. ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സ് തരുന്ന അനുഭവത്തിന്റെ പേരാണ് പോലും ജീവിതം. എന്താ ജീവിതം? മനസ്സ് തരുന്ന അനുഭവത്തിന്റെ പേര് ജീവിതം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിനെ പാകമാക്കിയെടുക്കണം, അല്ലേ? പല കീർത്തനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സ് ശുദ്ധമാകണം. അപ്പോൾ മനസ്സിനെയാണ് ആദ്യം ശുദ്ധമാക്കേണ്ടത്. അപ്പോൾ ഒരു സംശയം വരുവേ, എന്താണ് മനസ്സ്? അപ്പം ഒറ്റത്തരേ ഉള്ളൂ. അത് ഇന്നലെ മിനിഞ്ഞാന്ന് വരെയുള്ള പ്രഭാഷണം കുഴപ്പമൊന്നുമില്ല. നാളെ മുകേഷ് കളമ്പക്കാടാണ് പ്രഭാഷണം, കുഴപ്പമൊന്നുമില്ല, നല്ല പ്രഭാഷണം. ആ മുരളീധര വാര്യർ വന്നിട്ട് ഗുരുസങ്കല്പത്തെക്കുറിച്ച് എന്തെല്ലോ പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഒരൊറ്റ വാക്കാം. എന്താ പേര്? നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താ ഈ മനസ്സിലാവാതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, അല്ലേ? മനസ്സ് എന്നാ പറയുന്നത്. എന്താ മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലായില്ല, അതന്നെയാ മനസ്സ്, അല്ലേ? ശ്രദ്ധിക്കണേ, മനസ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടിച്ചേരുമ്പോഴാണ് പോലും മനസ്സുണ്ടാകുന്നത്, അല്ലേ? ചില സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സൊന്നും പോവില്ല, അല്ലേ? മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ മലയിൽ വാഴും ഭഗവാനെ എന്ന് നമ്മൾ പാടിയിട്ടുണ്ടല്ലേ? മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തേണമേ. എന്താർത്ഥം? ജീവിതത്തില് നമ്മുടെ കണ്ണിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കണ്ണിന് ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയുള്ള ഇന്ദ്രിയം കണ്ണാണ്. ഈ കണ്ണിനെ എന്ത് ചെയ്തേക്കണം? നിയന്ത്രിക്കാൻ പഠിക്കണം. ഈ മനസ്സിനെ എന്ത് ചെയ്തേക്കണം? നിയന്ത്രിക്കാൻ പഠിക്കണം. ഇത് പഠിക്കാൻ എന്താ വേണ്ടത്? നല്ല ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കരാചാര്യരുടെ പ്രാധാന്യം. ഈ ലോകം മുഴുവൻ പറയുന്നത് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ. പക്ഷേ ജഗദ്ഗുരുവായ ശ്രീ ശങ്കരാചാര്യ സ്വാമികള് ഈ ലോകത്തെ മുഴുവൻ കാണുന്നത് ഗുരുവായിട്ടാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ശങ്കര ഭാഷ്യത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. എങ്ങനെ എഴുതി വെച്ചു? ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ എന്നെ ആണെന്നോരോ ഒരാളിങ്ങോട്ടേക്ക് സഹായിച്ചു, ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ എന്ന്. പക്ഷേ തിരിച്ചാണെന്നാണ് ശങ്കര ഭാഷ്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശങ്കരാചാര്യര് ഈ കാണുന്നതിനെ മുഴുവൻ ഗുരുവായിട്ടാണ് കണ്ടത്. നമ്മൾ നേരെ തിരിച്ചാ. നമുക്കൊറ്റ ഗുരുവേ ഉള്ളൂ, അല്ലെ? നമ്മളെ പഠിപ്പിച്ച ആള്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഭാഗവതത്തിൽ പറഞ്ഞത് 24 ഗുരുക്കന്മാരെ കുറിച്ചാണ്. പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം, ആപോ, അഗ്നി, ചന്ദ്രമ എന്ന് തുടങ്ങിയ 24 ഗുരുക്കന്മാർ. ഈ 24 ഗുരുക്കന്മാരിൽ അഗ്നി ഒരു ഗുരുവാണ്. എന്തേ അഗ്നിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അഗ്രേ നയതി ഇതി അഗ്നി എന്നാണ് അർത്ഥം. അഗ്രത്തിൽ നയിക്കുന്നത് കൊണ്ട് ഇതിനെ അഗ്നി എന്ന് വിളിക്കുന്നു. നമ്മളെയൊക്കെ നയിക്കാൻ ഒരാൾ വേണം. ഈ അഗ്നി നമ്മളെയൊക്കെ നയിക്കുന്നത് കൊണ്ടാണ് ഏത് ഉദ്ഘാടന വേളയിലും ഏത് അനുഷ്ഠാന കാലഘട്ടത്തിലും ആദ്യം കത്തിച്ചു വെക്കുന്നത് വിളക്കാണ്. അഗ്നി സാക്ഷിയാണ്. എന്നിലും നിങ്ങളിലും ഒക്കെ അഗ്നിയുണ്ട്. ഉച്ചക്ക് കഴിച്ച ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ രാത്രി എന്നാ പറയാ? അത് ഉച്ചക്ക് കഴിച്ച ഭക്ഷണം
ദഹിച്ചില്ല, വേണ്ടതുപോലും സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തില്ല പോലും വിശപ്പില്ല. അതുകൊണ്ട് എന്ത് വേണ്ട, എനിക്ക് രാത്രി ഭക്ഷണം വേണ്ട. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജഠരാഗ്നി. ഈ ശരീരത്തിൽ ഉദരത്തിൽ അഗ്നിയുണ്ട്. ഈ കഴിച്ച ഭക്ഷണം മുഴുവൻ അഗ്നി അതിനെ ദഹിപ്പിക്കും. ഇത് ദഹിപ്പിച്ചില്ലെങ്കിൽ എന്ത് വേണ്ട, രാത്രി ആർക്കും തോന്നൂല എന്ത് ഭക്ഷണം കഴിക്കാൻ. എന്തേ കാരണം? ഇത് ഇവിടുന്ന് പ്രവർത്തിക്കണം, ഇത് ദഹിപ്പിക്കുകയെന്ന്. അതുകൊണ്ട് അഗ്നി ശുദ്ധീകരിക്കുന്നത് കൊണ്ട് അഗ്നി ഗുരുവാണ്. ശുദ്ധീകരിക്കുന്നതിനെ മുഴുവൻ ഗുരുവായി കണ്ടോളണം. എന്തിനാ ഏറെ പറയുന്നത്? പെരുമ്പാമ്പ് പോലും 24 അജഗര എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. പെരുമ്പാമ്പ് 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ്. എന്താ പ്രത്യേകത പെരുമ്പാമ്പിൻ്റെ? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ നിന്ന് ഭാര്യ പറഞ്ഞു, ഒരു പെരുമ്പാമ്പുണ്ട് മുറ്റത്തൊന്ന് ഓടി വാങ്ങും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്ക് തോന്നിയതായിരിക്കും. അയാൾ വേഗം വീട്ടിലേക്ക് അകത്തേക്ക് വന്നു. പിറ്റത്തെ ദിവസം തൊട്ടപ്പുറത്ത് അയൽവക്കുന്ന ആൾ വിളിച്ചു പറയുന്നു, ഒരു പെരുമ്പാമ്പുണ്ട് ഭാര്യരെ, റോഡിൽ ഇറങ്ങല്ലേ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ പെരുമ്പാമ്പ് ഉണ്ടായിന്. തലേന്ന് തോന്നിയതല്ല, പെരുമ്പാമ്പ് ഉണ്ടായിരുന്നു. ഈ പെരുമ്പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. അത് എവിടെയും പോയിട്ട് ആഹാരം സ്വീകരിക്കില്ല. മുൻപിൽ വന്നാൽ മാത്രമേ ഈ പെരുമ്പാമ്പ് എന്ത് ചെയ്യുള്ളൂ, ആഹാരം സ്വീകരിക്കൂ. ഞാനും നിങ്ങളെങ്ങനെയാ? ഇന്ന് കടലായി അമ്പലത്തിൽ സപ്താഹം, ഇന്ന് ആടിയ ഭക്ഷണം, ഒരു കുഴപ്പമില്ല. മറ്റന്നാൾ മാമാനത്ത് അമ്പലത്തിൽ പോയിട്ടാ ഭക്ഷണം, അടുത്ത ദിവസം ചെറുകുന്ന അമ്പലത്തിൽ പോയിട്ടാ ഭക്ഷണം. എന്താ ഇന്ന് ഭക്ഷണം തേടി 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 പോയെന്ന്. പെരുമ്പാമ്പ് എന്താ ചെയ്യുന്നത്? മുമ്പിൽ വന്നതിനെ മാത്രം സ്വീകരിക്കുന്നു. അപ്പൊ പെരുമ്പാമ്പിനെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിതത്തിൽ വേണ്ടതിനെ മാത്രം സ്വീകരിക്കണം. ആഹാരത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കണമെന്ന് ആരിൽ നിന്ന് പഠിച്ചേക്കണം? പെരുമ്പാമ്പിൽ നിന്ന് പഠിക്കണം. പൃഥ്വി, അപ്പ്, തേജോ, വായു, അല്ലെ, ജലം 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ്. എന്തേ ജലത്തിന്റെ പ്രത്യേകത? നമ്മൾ പരസ്യം കാണലുണ്ട്, ജലം അങ്ങനെ മുരളീധരമായിട്ട് പഠിക്കണ്ട. ജലം അമൂല്യമാണ്, വളരെ ശ്രദ്ധിച്ചേ ജലം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് വേനൽക്കാലത്ത് മാത്രം വരുന്നൊരു പരസ്യമാണ് കേട്ടോ. വേനൽക്കാലത്തെ ആ പരസ്യം നല്ലോണം കാണാറുള്ളൂ. അല്ലാത്ത സമയത്ത് ആ പരസ്യം നമ്മൾ എത്ര നോക്കിയാലും വല്ല സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടില്ല, അല്ലേ കിട്ടില്ല. വെള്ളം 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ്. എന്തേ? വെള്ളത്തെ കണ്ടുപിടിച്ചോളുന്ന. വെള്ളത്തിന് എന്താ പ്രത്യേകത എന്ന് മനസ്സിലായില്ലേ? ഒരു മലിനതയിൽ പോയാൽ അത് മലിനമാണ്, ശുദ്ധമായ ദിക്കിലെത്തിയാൽ ആ വെള്ളം ശുദ്ധമാണ്. ഒന്നിനോടും ഒട്ടി നിൽക്കരുത്. നമ്മൾ എന്താ ചെയ്യാം? എൻ്റെത് 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 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു പോകുന്നുണ്ട്? ഒട്ടി നിൽക്കുന്നുണ്ട്. ഒന്നിനോടും ഒട്ടി നിൽക്കണ്ട എന്ന് ആരിൽ നിന്ന് പഠിച്ചേക്കണം? ജലത്തിൽ നിന്ന് പഠിച്ചോളണം. പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം. ആകാശത്തെ കാണിച്ച് മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്താ പറയല്? ആകാശം. ആ കാണുന്നത് ആകാശമാണോ ഈശ്വര സ്വരൂപികളെ? അല്ല, ആ കാണുന്നത് മേഘമാണ്. നമ്മൾ മേഘത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് കുട്ടിയോട് പറയും, ദാ ആകാശത്തിൽ ഇപ്പം അമ്പിളി മാമൻ വരും, നീ വേഗം മാമൻ കഴിച്ചോ. എന്ത് മാമം? കുട്ടി ഇതൊന്നും വിചാരിച്ചൊന്നുമല്ല കഴിക്കുന്നത്, അല്ലേ? കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഇത് കൊട്ടുപോകാന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ കാണുന്നത് ആകാശമാണോ? അല്ല. മേഘത്തെ കണ്ട് നമ്മൾ എന്ത് പറയും? ആകാശമാണെന്ന്. ആകാശത്തിലും പഠിക്കാനുണ്ട്. പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശമാപോ, അഗ്നി, ചന്ദ്രമ. ചന്ദ്രനിൽ നിന്ന് പഠിക്കാനുണ്ട്. ചന്ദ്രൻ എന്ന് പറയുന്ന ആകാശത്തിൽ കാണുന്ന ചന്ദ്രനിൽ നിന്നും ഗുരുവായി സ്വീകരിച്ച് പഠിക്കാനുണ്ട്. എങ്ങനെന്താ പഠിക്കേണ്ടത്? ചന്ദ്രനിൽ നിന്ന് 15 ദിവസം കറുത്ത വാവ്, അത് കഴിഞ്ഞാൽ 15 ദിവസം വെളുത്ത വാവ്. ഇത്രയും നമുക്കറിയാം. ഈ ചന്ദ്രൻ ഒരു ഗുരുവാണ്. ചന്ദ്രനിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാ ചന്ദ്രനിൽ നിന്ന് പഠിക്കേണ്ടത്? ചന്ദ്രൻ എന്ന് പറയുന്നത് രക്തത്തെ സൂചിപ്പിക്കുന്നതാണ്, അമ്മയെ സൂചിപ്പിക്കുന്നതാണ്, മനസ്സിനെ സൂചിപ്പിക്കുന്നത് ചന്ദ്രനാണ്. ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ പറയും, നിങ്ങൾക്ക് രക്തത്തിൻ്റെ ദൂഷ്യം കൊണ്ടുള്ള രോഗമുണ്ട്, കൊണ്ട് നല്ലോണം വെള്ളം കുടിച്ചോ എന്ന് പറയും. അത് ആര് പറഞ്ഞാൽ കേൾക്കും? ഡോക്ടർ പറഞ്ഞാൽ കേൾക്കും. പ്രഭാഷകൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുക. അതല്ല, അയാൾ എന്തൊരു പറയുന്നതെന്ന് പറഞ്ഞു, അല്ലേ? രക്തത്തെയും
മനസ്സിനെയും ചന്ദ്രനെ കൊണ്ടാണ് ശാസ്ത്രത്തിൽ ചിന്തിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ചന്ദ്രനെ പോലെ. ചന്ദ്രന് ഒന്നിനോടും ഒരാകർഷണമില്ല, അതങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ ചന്ദ്രനെ പോലെ ആകണം ഞാനും നിങ്ങളും. എങ്ങനെ? 15 ദിവസവും 15 ദിവസവും കഴിഞ്ഞാലും ചന്ദ്രൻ പ്രവർത്തിക്കും. നമ്മളാകെ ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് പോയാലായി, പിന്നെ അങ്ങോട്ടേക്കുള്ള 2 ദിവസവും നമ്മൾ വിശ്രമമാണ്. ബംഗാളികൾക്ക് ഇത് ഗൾഫാ പോലും. അവർ 7 ദിവസവും ജോലി എടുക്കും. ഉദ്യോഗേ നാസ്തി ദാരിദ്ര്യം, ജപതോ നാസ്തി പാതകം, മൗനിന കലഹോ നാസ്തി, ന ഭയം ചാസ്തി ജാഗ്രത എന്നാ പറയുന്നത്. ഇതപ്പം നമ്മൾ കേട്ടിരുന്നറിയാം. ആ നല്ലോണം കോവിഡുള്ള സമയത്താണ് കേട്ടിന് ഈ ശ്ലോകം. എന്താ പറഞ്ഞതിന്? എല്ലാവരും ജാഗ്രത ഇരുന്നോ, നിങ്ങളൊന്നും പേടിക്കണ്ട. പക്ഷെ ഇത് പണ്ടേ എഴുതി വെച്ച ശ്ലോകമാണ്. അതൊന്ന് ഉദ്യോഗേ നാസ്തി ദാരിദ്ര്യം. പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഇന്ന് വരെ ദാരിദ്ര്യം ഉണ്ടായില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യമില്ല. ജോലി ചെയ്യാത്തവർക്ക് അതെന്ത് സംഭവിക്കുന്നത്? ദാരിദ്ര്യം വരുന്നു. ഉദ്യോഗേ നാസ്തി ദാരിദ്ര്യം, ജപതോ നാസ്തി പാതകം. ഈശ്വര നാമം ജപിക്കുന്നവർക്ക് ഒരു പാതകവും സംഭവിക്കാറില്ല. എന്താ ജപം? ജകാരോ ജന്മവിച്ഛേദ, പകാരോ പാപനാശന. ജ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ തന്നെ ജന്മജന്മാന്തരങ്ങളിലുള്ള ദോഷത്തെ ഇല്ലാതെ കണ്ടാക്കാൻ പറ്റും. പകാരോ പാപനാശന. പ എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുന്ന സമയത്ത് പാപങ്ങളെ ഇല്ലാതെ കണ്ടാക്കാൻ സാധിക്കും. ഒറ്റ വിളിക്കിത്ര കിട്ടുമെങ്കിൽ മുറ്റും വിളിപ്പവർക്കെന്ത സാധ്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരോടാ പറയുന്നറിയോ? അത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഒറ്റ വിളിക്കിത്ര കാരുണ്യം കിട്ടുകിൽ മുറ്റും വിളിപ്പവർക്കെന്ത സാധ്യം. ഒരുപാട് വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാനെ ഇഷ്ടംപോലെ വിളിച്ചു, ഭഗവാൻ വന്നില്ല. ഭഗവാൻ ഹസ്തിനപുരയുടെ പുറത്ത് ചിരിച്ചുകൊണ്ടങ്ങനെ നിൽക്കുക ചെയ്തിരുന്ന. എൻ്റെ മധുരാവാസിയായ കണ്ണാ എന്ന് നീട്ടി വിളിച്ചപ്പോഴാണ് പോലും ഭഗവാൻ വസ്ത്രരൂപത്തിൽ പാഞ്ചാലിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്? ഒറ്റ വിളിക്ക് എത്ര കാരുണ്യം കിട്ടുകിൽ മുറ്റും വിളിപ്പവർക്കെന്ത സാധ്യം. ദിവസവും ഈശ്വരനാമം വിളിക്കുന്നവർക്ക് എന്താ ഈ ലോകത്ത് സാധിക്കാത്തത്? പക്ഷെ എന്താ കുഴപ്പം? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെയാണ്. 41 ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ട് പറയും വാര്യരെ ഒരു രക്ഷയില്ല, വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോ, ഞാൻ ചെയ്യാമെന്ന്. 41 ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പം അതിൻ്റെ മാറ്റമുണ്ടാവും. പക്ഷെ അത്രയും ക്ഷമ നമുക്കില്ല. പണ്ടങ്ങനെയല്ലേ? പണ്ടെന്താ നാമജപത്തിന് കൂടുതലും ചൊല്ലുക? തിഥികള് രാമ 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 പാഹിമാം മുകുന്ദ രാമ പാഹിമാം എന്ന് ചൊല്ലി 27 നക്ഷത്രവും 12 മാസങ്ങളും ചൊല്ലിയാൽ നാമജപായി അല്ലേ? ഇത് ചൊല്ലിയെങ്കിലേ രാത്രി ഭക്ഷണം തരൂലൂ എന്നാ പറയാം. ഇപ്പോഴോ അറിയാത്ത ഒരു സഹസ്രനാമമില്ല. വിഷ്ണു സഹസ്രനാമം അറിയാം, ലളിതാ സഹസ്രനാമം അറിയാം, എന്തൊക്കെ സഹസ്രനാമം ഉണ്ടോ അതൊക്കെ ദിവസവും ചൊല്ലുന്നുണ്ട്. എങ്ങനെയാ ചൊല്ലുക? ഈ സഹസ്രനാമം ചൊല്ലുമ്പോഴാന്ന് വിളിച്ച് ചോദിക്കുക പാല് തളച്ചോന്ന്. ആ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുക പത്രം അപ്പുറത്ത് വന്നൂന്ന്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഏകാഗ്രത? ഭഗവാൻ ഇങ്ങനെ കേശാതിപാദം വർണ്ണന ചെയ്തിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സഹസ്രനാമം ചൊല്ലണം. ഇല്ലെങ്കിലോ ഈ സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം ഭഗവാനെ ഇങ്ങനെ മുൻപിൽ കാണണം. കോമളം കൂജയൻ വീണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരംബ്രഹ്മ ഭാസതാം പുരതോ മമ. കോമളരൂപനായ ആ ഭഗവാൻ എൻ്റെ മുൻപിൽ ഇങ്ങനെ കോമളം കൂജയൻ വീണും ഇങ്ങനെ ഓടക്കുഴൽ ധരിച്ചുകൊണ്ട് ഓടക്കുഴൽ എടുത്തിട്ട് കോമളം കൂജയൻ വീണും ശ്യാമളോയം കുമാരക വേദവേദ്യം പുരതോ മമ. എൻ്റെ മുൻപിൽ ഇങ്ങനെ ഭഗവാനെ കൃഷ്ണ എൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാൻ ഇങ്ങനെ ഇരുന്നതായി സങ്കല്പം ചെയ്തിട്ട് ധ്യാനിക്കണം. ഇപ്പം അതിനൊന്നും സമയമില്ല. സഹസ്രനാമം ചൊല്ലിയിട്ട് അങ്ങോട്ടും ഭഗവാനെ എന്ത് ചെയ്തേക്കണം? കേശാതിപാദം വർണ്ണന ചെയ്യാൻ പറ്റണം. ഏകാഗ്രതയുണ്ടാകാനാണ് ഈശ്വരനാമം ജപിക്കുന്നത്. അല്ലാതെ ഒരു ഭഗവാനും പ്രത്യക്ഷപ്പെടാനല്ല. ഇനി അഥവാ പോട്ട് കുറേ നേരം ജപിച്ചിട്ട് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാന്നാ പറയാ, അപ്പൊ ഇപ്പുറത്ത് ബോധം കെട്ട് വീണു അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ഉദ്ദേശിച്ച ഭഗവാൻ ഇങ്ങനെയല്ല എന്നാ പറയാ. ഭഗവാൻ ഈശ്വരൻ എൻ്റെയും നിങ്ങളുടെയും കൂടെ
3 തരത്തിലുണ്ടെന്നാണ് പറയും. അത് എഴുതാൻ കിട്ടുമെന്നറിയോ? ഗുരുവിൻ്റെ സമക്ഷം ഇരിക്കുമ്പോഴാണ് കിട്ടുക. ഈശ്വരൻ എങ്ങനെയാ കൂടെയുള്ളത്? 3 തരത്തിൽ: മന്ത്രരൂപത്തിൽ, ആത്മരൂപത്തിൽ, കാലമാകുന്ന രൂപത്തിൽ. ഞാൻ കഴിഞ്ഞ വർഷം പാപ്പിനിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയി. ആ പ്രഭാഷണത്തിന് പോകുമ്പം ആ ശ്രീകോവിലിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ നാമം ജപിച്ചു. പറയേണ്ടത് പഞ്ചാക്ഷരി മഹാത്മ്യം. ദിവസവും വീട്ടിൽ നിന്ന് ചൊല്ലുന്നൊരു ശ്ലോകം. ഒരു തരത്തിലും ഇത് കിട്ടുന്നില്ല. ഭഗവാനോട് ഞാനിങ്ങനെ പറഞ്ഞു, ദിവസവും വീട്ടിൽ നിന്ന് ചൊല്ലുന്ന ശ്ലോകമല്ലേ, ഇപ്പം എന്തേ ഇത് കിട്ടാത്തത്? ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഈ ശ്ലോകം കിട്ടാതെ ഞാൻ ആധ്യാത്മിക പ്രഭാഷണത്തിന് വേദിയിലേക്ക് കയറൂല എന്ന്. ഭഗവാനോട് അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കൂല. ആ ഉള്ളിൽ നിന്ന്, അതിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് ഉച്ചത്തിൽ പാട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഇടയിൽ ഈ 4 വരി വന്നു, സമാധാനമായി. ഞാൻ ആ പാട്ടിൻ്റെ ഇടയിൽ ഈ 4 വരി വന്നപ്പോൾ ഭഗവാൻ എങ്ങനെയാ കാണിച്ചത്? ആ മന്ത്രരൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരും. പിന്നെയോ ആത്മരൂപത്തിൽ ഭഗവാൻ മുൻപിൽ വരും. പിന്നെയോ കാലമാകുന്ന രൂപത്തിൽ ഭഗവാൻ മുൻപിൽ വരും. ഇതിലെങ്ങനെയാ വരേണ്ടതെന്ന് അവനവൻ തീരുമാനിച്ചോളൂ. നമ്മളങ്ങനെയല്ലേ പറയല്? ഈശ്വരനെ പോലെ ഒരാൾ മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ആത്മരൂപത്തിലും മന്ത്രരൂപത്തിലും കാലമാകുന്ന രൂപത്തിലും ഈശ്വരൻ എൻ്റെയും നിങ്ങളെയും കൂടെ ഒക്കെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശങ്കരാചാര്യരുടെ ഭാഗം പറയുമ്പം, ശങ്കരാചാര്യ സ്വാമികളുടെ കഥയിലേക്ക് പോകുമ്പം, ശങ്കരാചാര്യർക്ക് സന്യാസം സ്വീകരിക്കണം, പക്ഷേ അമ്മയെ ദുഃഖിപ്പിക്കാനും പാടില്ല. എങ്ങനെ സന്യാസത്തിലേക്ക് പോകുമെന്ന ശങ്കരാചാര്യർ ആലോചിച്ചത്. മായയാകുന്ന മുതലയെ കാണിച്ച് ശങ്കരാചാര്യർ അമ്മയോട് പറഞ്ഞു, എന്നെ സന്യാസത്തിന് അമ്മയെ വിടണം. പിന്നെയോ എപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ മുൻപിൽ വന്നോളാം. അങ്ങനെ അമ്മയുടെ അനുവാദത്തോടു കൂടി സന്യാസത്തിന് പോയിന്നാ. എന്തായിരുന്നൊരു തത്വം എടുക്കേണ്ടത് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരിക്കൽ പോലും നിന്ദിയാത്. ഇന്നലെ പറഞ്ഞു, ഗുരുവിനെ ഒരിക്കലും നിന്ദിക്കരുത്, അമ്മയെ ഒരിക്കലും നിന്ദിക്കരുത്. നിന്ദിയാത്. ആർക്കും ആരെയും നിന്ദിക്കാൻ ജീവിതത്തിൽ അവകാശമില്ല. ഒരാളെയും ജീവിതത്തിൽ നിന്ദിച്ച് സംസാരിക്കരുത്. ആ നിന്ദിക്കുന്നത് ഉള്ളിലെ ഗുരുത്വക്കേടാണ് ആ നിന്ദിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം? ശങ്കരാചാര്യര് സന്യാസത്തിന് പോകാൻ അമ്മയുടെ അനുവാദത്തോടു കൂടി ശങ്കരാചാര്യ സ്വാമികൾ സന്യാസത്തിലേക്ക് പോയി എന്നാ പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരെയും നമസ്കരിക്കണം, പക്ഷേ സന്യാസിമാരെ എല്ലാവരും നമസ്കരിക്കും. പക്ഷെ സന്യാസി ഒരാളെയെ ജീവിതത്തിൽ നമസ്കരിക്കാറുള്ളൂ, അത് അമ്മയുടെ മുൻപിൽ മാത്രം. ജന്മം തന്ന അമ്മയെ മാത്രം സന്യാസിമാരെ നമസ്കരിക്കും. ബാക്കി എല്ലാവരും ആരെ നമസ്കരിക്കും? സന്യാസിമാരെ നമസ്കരിക്കും. എന്തേ? ശ്രദ്ധിക്കേണ്ടത്, ഗുരുത്വ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഈ ലോകത്തെ മുഴുവൻ ഗുരുവായി കണ്ട ആളാണ്. നമ്മൾ തിരിച്ചു പറയുമ്പോൾ പറയുന്നു, ശങ്കരാചാര്യര് ലോകത്തിന്റെ ഗുരു എന്ന്. ശങ്കരാചാര്യരുടെ ഭാഷയിൽ തിരിച്ച് ലോകത്തെ മുഴുവൻ ഗുരുവായി കണ്ടു. ഞാനും നിങ്ങളും ഈ കാണുന്നതിലൊക്കെ ഒരു ഗുരുത്വം കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ ഏകാഗ്രതയോട് കൂടി, ഉപാസനയോട് കൂടി, ആഹാര ആചാര അനുഷ്ഠാനത്തോടു കൂടി ജീവിച്ച് മുൻപോട്ടേക്ക് പോകാൻ സാധിക്കണം. ശങ്കരാചാര്യർ അനുഭവിച്ച പരീക്ഷണങ്ങൾ ഏറെയാണ്. സന്യാസം സ്വീകരിച്ച് അമ്മയ്ക്ക് കാണണമെന്ന് ആഗ്രഹം വന്ന സമയത്ത് അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ അമ്മയെ കണ്ട് ആ അമ്മയുടെ മുൻപിൽ വെച്ചാണ് മാതൃപഞ്ചകമെന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ശ്ലോകം എഴുതി വെച്ചത്. എന്താ പറഞ്ഞത്? ആസ്താം താവതീയം പ്രസൂതി സമയെ ദുർവാരശൂലഭ്യത നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരി ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമം ധാതും നിഷ്കൃതി മുന്നതോപി തനയ തസ്യൈ ജനനീ നമഃ. ശങ്കരാചാര്യർ എഴുതിയ ആ ഒരു മാതൃപഞ്ചകം എന്ന് പറയുന്ന ശ്ലോകം നമ്മുടെ വീട്ടിലെ അമ്മമാര് കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണം. അമ്മമാര് നിർബന്ധമായും കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം മാതൃപഞ്ചകം. എന്താ കാരണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം.
ഒരിക്കലും ഒരു മോശപ്പെട്ട അമ്മ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. മോശപ്പെട്ട കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോശപ്പെട്ട അമ്മയുണ്ട് എന്ന് ഒരു പുരാണ കഥയിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനത്തെ അമ്മമാരെയൊക്കെ കാണുന്നുണ്ട്. കുട്ടീനെ പ്രസവിച്ചിട്ട് ബക്കറ്റിൽ കൊണ്ടുപോയ അമ്മയെ നമ്മൾ കണ്ടു. പയ്യാമ്പലത്ത് വെച്ച് ജനിച്ച കുട്ടിയെ 12 ദിവസത്തിന് മുമ്പേ കടലിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മയെ നമ്മൾ കണ്ടു. പക്ഷേ പുരാണത്തിലെവിടെയും ഒരു മോശപ്പെട്ട അമ്മയെയും കുമാത നജായത്തെ, കുപുത്രോപി എന്നവർ അനവധി കുപുത്രന്മാരുണ്ടാകുന്നുണ്ട്. പക്ഷേ കുമാത നജായത്തെ, ഒരു മോശപ്പെട്ട അമ്മയും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് എഴുതി വെച്ചു. ആ എഴുതി വെച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികൾ മാതൃപഞ്ചകം എഴുതി വെച്ചപ്പോൾ പറഞ്ഞത്, ആസ്ഥാതാവതീയം പ്രസൂതി സമയേ, ഒരമ്മ ഒരു പ്രസവ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന വേദന അത്രയേറെയാണെന്ന്. ആ അമ്മയാണ് പിന്നീട് പല സന്ദർഭത്തിലും ജീവിതത്തിലും ദുഃഖിപ്പിക്കുകയും അമ്മയെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ശങ്കരാചാര്യരുടെ ഈ മാതൃപഞ്ചകം പഠിച്ച ഒരു കുട്ടിയും അമ്മയെ ഒരു കാലഘട്ടത്തിലും ദുഃഖിപ്പിക്കില്ല. ഇപ്പൊ പിന്നെ അതൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും ദിനങ്ങളാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? മാതൃദിനം, പിതൃദിനം, പിന്നെയോ രക്തദാന ദിനം, എല്ലാവരും. ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു ക്യാൻസറിനൊരു ദിനമുണ്ട് ഇപ്പൊ കണ്ടെത്തിയിട്ട്. എല്ലാവരും ദിനാചരണം. ഇപ്പൊ അതുകൊണ്ട് എന്താ വ്യത്യാസം എന്നറിയോ? മാതൃദിനമായാൽ അന്നത്തെ ദിവസം അമ്മയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഒരു ഫേസ്ബുക്കിലേക്ക് ഒരു കാഴ്ചലാണ്. ആ ദിവസേ അമ്മയോട് കൂടെ നിന്നിട്ട് എന്ത് ചെയ്യണ്ടോ? ഫോട്ടോ എടുക്കണ്ടോ. പിതൃദിനായ അന്നേ എന്ത് ചെയ്യണ്ടോ? അച്ഛൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണ്ടോ, അല്ലേ? അത് പോരാ, അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്തേക്കണം എന്ന് നേരത്തെ പറഞ്ഞത്. ഗുരുത്വമുണ്ടെങ്കിൽ ഇതിനെ ഒന്നും നിന്ദിക്കാൻ തോന്നില്ല, അച്ഛനമ്മമാരെ നിന്ദിക്കാൻ തോന്നില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശങ്കരാചാര്യര് പൂർണ്ണാ നദിയെ അമ്മയ്ക്ക് വേണ്ടി മാറ്റി ഒഴുകിയ കഥയും ശങ്കരാചാര്യ ഭാഷ്യം വായിച്ചാൽ മനസ്സിലാകും. ഒരു ഗുരുത്വമുണ്ടെങ്കിൽ, ഒരു ഉപാസനയുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എന്തിനേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ പറ്റും. അതിനെന്താ വേണ്ടെന്നറിയോ? ആധ്യാത്മികത കൂടുതൽ 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 പകർന്നു കൊടുക്കണം. ആധ്യാത്മികത ഇല്ലാത്ത ജീവിതം പ്രാണനില്ലാത്ത ശരീരം പോലെയാണ്. ഇപ്പം എന്ത് വേണം ജീവിതത്തിൽ? വിദ്യാഭ്യാസം ധാരാളം കൊടുത്തോളൂ, എത്ര വേണമെങ്കിലും പഠിപ്പിച്ചോളൂ. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ ആധ്യാത്മികത കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. ആധ്യാത്മികത ഇല്ലെങ്കിൽ കുട്ടികൾ യാതൊരു സംശയവുമില്ല, അവർക്ക് പ്രശ്നങ്ങളും സംഘർഷങ്ങളും വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യാൻ സാധിക്കില്ല. സീതാദേവിയുടെ മനക്കരുത്ത് നമ്മുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികൾക്ക് നേടിക്കൊടുക്കണം എന്നാ പറഞ്ഞത്. സീതാദേവിയുടെ മനക്കരുത്ത്. രാവണന്റെ കോട്ടയിൽ പോയി, രാവണന്റെ കോട്ടയിൽ നിന്നിട്ടും എന്താ പറഞ്ഞത്? രാവണ, ഇതിനിപ്പുറത്തേക്ക് കടക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് സീതാദേവി രാവണനോട് പറഞ്ഞു. നാം ഇപ്പൊ ആകെ പേടിയാണ്. SSLC ബാച്ചിൽ ഇടക്കിടക്ക് ഇപ്പോൾ സ്കൂളുകളിലും കാണുന്നുണ്ട്. ഈ ബാച്ചിലെല്ലാം പോയിട്ട് ഒരു കൂട്ടായിട്ടൊരു സംഘമൊക്കെ നടത്തി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം കാണുന്നത് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു എന്നാണ്. ഇപ്പൊ ഇതിന് പറഞ്ഞേക്കാൻ തന്നെ പേടിയാവൂല നാട്ടുകാർക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു മഞ്ഞ കല്യാണത്തിന്റെ കഥ പോലെയാണ്. ഇപ്പൊ എന്താ ഉണ്ടാവുന്ന? ഒരു കൂട്ടായ്മ വിളിക്കുമ്പോഴേക്കും പിന്നെ അതുവരെ കൂടെയുണ്ടായ ഭർത്താവും വേണ്ട, മക്കളും വേണ്ട എന്ന് പറഞ്ഞ എന്തൊരു ലോകായത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഭിന്ന ലോകോ നര. ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ ഈ 5 പേരുകളും ഒരുപോലെ സൃഷ്ടിച്ചിട്ടില്ല, അല്ലേ? ഒരുപോലെ സൃഷ്ടിച്ചിട്ടില്ല. ഈ ഇംപ്രഷനിൽ തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാവുന്ന ആധാർ ഉണ്ടാക്കിയതുപോലെ ഇനാന്നാ സംശയിക്കുന്നുണ്ടോ? ഇതിങ്ങനെ എടുക്കണമെങ്കിൽ ഈ സാധനം അങ്ങനെ വേണം, ഈ 5ഉം ഇങ്ങനെ തന്നെ നിൽക്കണം, അല്ലേ? ഒരാളെ ഒരുപോലെ ഇല്ല. നമ്മൾ പറയുകയാണ് ഒരാളെ പോലെ മറ്റൊരാളെന്ന്. അങ്ങനെയല്ല എന്നാ പറയുന്നത്. ഇപ്പം ജീവിതത്തിൽ എന്ത് വേണം? ഗുരുത്വ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കണം. അതിനെന്ത് ചെയ്യണം? ആഹാര ആചാര അനുഷ്ഠാനത്തോടു കൂടി മുൻപോട്ടേക്ക് പോകണം. ശങ്കരാചാര്യ സ്വാമികളുടെ കഥയിൽ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് വേണ്ടി പൂർണ്ണ നദിയെ തിരിച്ചൊഴുക്കിയ മകനാ. എന്തുകൊണ്ടാ സാധിച്ചത് ശങ്കരാചാര്യ സ്വാമികൾക്ക് എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരുടെ ഗുരുത്വവും ശങ്കരാചാര്യരുടെ ആധ്യാത്മികമായ ഉണർവുമാണ്. ഇനി വേറൊരു പ്രത്യേകതയുണ്ട് ശങ്കരാചാര്യർക്ക്. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാൻ തയ്യാറാണ്. ഞാനും നിങ്ങളോ? തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് പറയാ,
പിന്നെ അത് പിന്നെ പറയാം, ഞാൻ പറഞ്ഞതാണ് ശരിയാണ്, ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നാ പറയാ. ലോകത്തിൽ ഒരാളുണ്ടോ എന്താ പറയല്, ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ശങ്കരാചാര്യരെ കണ്ടുപിടിച്ചേക്കണം. ശങ്കരാചാര്യരും ശിഷ്യന്മാരും ഒരു ദിവസം യാത്ര ചെയ്തു പോകുമ്പോൾ ചണ്ടാലനും ധാരാളം നായകളും എതിരെ വരുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ പോയിട്ട് പറഞ്ഞു ചണ്ടാളനോട് പറഞ്ഞു, നായയും കൂട്ടിയിട്ട് മാറി നിൽക്കുകയെന്ന്. ആ കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചണ്ടാളൻ ചോദിച്ചത്, ഞാനാണോ മാറേണ്ടത്, ആരാണ് മാറേണ്ടത് എന്ന് പറയണമെന്ന്. അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് മനസ്സിലായത് ഇത് കേവലം ഒരു ചണ്ടാളനല്ല. അപ്പോൾ പറഞ്ഞു, ചണ്ടാളനും ദ്വിജനിലും ഞാൻ ഗുരുത്വം കാണുന്നു എന്ന് പറഞ്ഞ ആളാണ് ആര്? ശങ്കരാചാര്യ സ്വാമികൾ. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് തെറ്റ് പറ്റിയാൽ ആ തെറ്റ് അംഗീകരിക്കാൻ ജീവിതത്തിൽ തയ്യാറല്ല. എനിക്കൊരു കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാൻ ജീവിതത്തില്ല. ശ്രദ്ധിക്കേണ്ടത് ഈ ജിഹ്വ നമ്മുടെ നാവും പല്ലുമാണ്. ഈ പല്ല് നാവിനോട് ഇടക്കിടക്കെ പറയും, ഹേ ജിഹ്വേ ബഹുമാവദന്തി. ഇത് ഏ നാവേ നീ അധികം സംസാരിക്കല്ലേ, നീ സംസാരിച്ചാൽ വേദനിക്കുന്നത് എനിക്കാണ്. അല്ലേ? എന്താ ഉണ്ടാവുന്നത്? വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അടിച്ച് നിന്റെ പല്ല് ഞാൻ പൊട്ടിക്കുന്നു. ആരാ പറഞ്ഞു? നീ രക്ഷയില്ല, എൻ്റെ കൂടെ വരില്ല എന്ന് ഉറപ്പിച്ചാ കുറച്ചായി നാവാ സംസാരിച്ചത്. പക്ഷെ കുഴപ്പമായിട്ടോ പറയുന്നത്, പല്ലിനോടാ പറയുന്നത്. അധികം നീ സംസാരിച്ച അടിച്ച് നിന്റെ പല്ല് ഞാൻ പൊട്ടിക്കുന്നു. അല്ലേ? ഈ പല്ല് എന്തെങ്കിലും ചെയ്തതിനോ ഇതിൻ്റെ അകത്തുനിന്ന് ആരാ ചെയ്തത്? മുഴുവൻ നാവാണ്. അപ്പൊ ഈ പല്ല് നാവോട് എന്താ പറഞ്ഞത്? ഹേ ജിഹ്വേ ബഹുമാപതന്തി, നീ അധികം ഒന്നും സംസാരിക്കല്ലേ, നീ അധികം സംസാരിച്ചാൽ വേദനിക്കുന്നത് എനിക്കാണ് എന്ന് ആര് പറയുന്നു? പല്ല് പറയുന്നു. ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നാ വേണ്ട, ജീവിതത്തില് നിയന്ത്രിച്ചേക്കണം. നമുക്ക് പ്രശ്നം ഉണ്ടാവും, നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ആ സമയത്ത് മൗനിന കലഹോ നാസ്തി. എന്ത് ചെയ്തേക്കണം? മൗനിയായിട്ട് അങ്ങ് തീരുമാനിച്ചേക്കണം. ഈ സംഘർഷം കഴിയുന്നത് വരെ എനിക്ക് ആരോടും പരാതിയില്ല എന്നങ്ങ് തീരുമാനിച്ചേക്കണം. എൻ്റെ സംഘർഷം കഴിയുന്നവരെ ഞാൻ ഒരു മൗനിയാണ്. നമ്മളെ വീട്ടിൽ നിന്നൊരു തീരുമാനം എടുത്ത് നോക്കിയാട്ടെ, അങ്ങ് ഇങ്ങോട്ടേക്ക് കുഴപ്പത്തിനാ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചേക്കണം. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം എങ്ങനെയാണ് ചെയ്യല്. ഇത് കുഴപ്പമെന്നല്ല, ഞാൻ മെല്ലെ എൻ്റെ പുസ്തകം എടുത്തിട്ട് അപ്പുറത്തെ ജ്യോതിഷ മുറിയിലേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പരമാവധി വരാൻ ശ്രമിക്കാറില്ല. എന്താ കാരണം? മൗനിനെ കലഹോ നാസ്തിയാണെങ്കിൽ ഇപ്പം തൽക്കാലം കലഹിക്കാനൊന്നും സമയമില്ല, വേറെന്തെങ്കിലും ആലോചിച്ചേക്കാം. ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൽ ഗുരുത്വ ബുദ്ധിയോടുകൂടി ചിന്തിക്കണം. ജീവിതത്തിൽ ഗുരുവിന് ഏറെ പ്രാധാന്യമുണ്ട്. അച്ഛനമ്മമാരെ ഗുരുവായി കണ്ടുകൊണ്ട് മുൻപോട്ട് പോകണം. വിനാ വേദം വിനാ ഗീതം വിനാ രാമായണീം കഥ വിനാ കവിം കാളിദാസസ്യ എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, ഈ ലോകത്ത് വിനാ ഗീതം, ഭഗവത്ഗീതയും ഭാഗവതവും മഹാഭാരതവും ഇല്ലാത്ത ഭാരതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? വിനാ ഗീതം വിനാ രാമായണീം കഥ വിനാ ഭാഗവതം വിനാ കാളിദാസം. കാളിദാസനില്ലാത്ത, ശങ്കരാചാര്യ സ്വാമികളില്ലാത്ത, വിവേകാനന്ദ സ്വാമികളില്ലാത്ത, ഭാഗവതമില്ലാത്ത, ഭാരതമില്ലാത്ത ഒരു ഭാരതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇതൊന്നും